യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു സൂത്രമാണ് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അടുക്കളപ്പണി പെട്ടെന്ന് സ്പീഡാക്കാൻ വേണ്ടിയിട്ട് ഇത് കുറച്ചൊന്നുമല്ല ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്, ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പം ഞാനതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ള ഇഞ്ചി 1 കപ്പാണെങ്കിൽ 3/4 കപ്പ് വെളുത്തുള്ളി, അങ്ങനെ ഒരു പ്രൊപ്പോർഷനിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും ആ ഒരു പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ട് കൂട്ടിയോ കുറച്ചോ എത്ര എടുക്കുകയാണെങ്കിലും അങ്ങനെ ആയിരിക്കണം. കാരണം വെളുത്തുള്ളി കുറച്ച് കുറവായിരിക്കണം, ഇഞ്ചി ആയിരിക്കണം കൂടുതൽ നിൽക്കേണ്ടത്. നല്ല കഴുകി വൃത്തിയാക്കിയ ഇഞ്ചി വെള്ളുള്ളി, അതിലത്തെ വെള്ളമൊക്കെ നമ്മൾ നന്നായിട്ട് നല്ല കോട്ടൺ തുണിയോ ടിഷ്യൂ പേപ്പറോ ഒക്കെ വെച്ച് നല്ലപോലെ അതിലെ മാക്സിമം ഉള്ള വെള്ളമൊക്കെ നന്നായിട്ട് കളയുക. വെള്ളത്തിൻ്റെ അംശം നല്ലോണം പോയി കഴിഞ്ഞാൽ നമുക്ക് അത് കൂടുതൽ കാലം കേടാവാതെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നല്ലപോലെ വെള്ളമൊക്കെ നല്ലോണം പോലെ കളയാം. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അത് രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒരുമിച്ചാണ് മിക്സ് ചെയ്തിട്ടാണ് അടിക്കാൻ പോകുന്നത് മിക്സിയിൽ. അതിലേക്ക് നമുക്ക് പ്രിസർവേറ്റീവ്സ് ആയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. നിങ്ങളും നിങ്ങളെ ഇഞ്ചി വെള്ളുള്ളിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ട് ഈ ഓയിലിൻ്റെ അളവൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് ഒറ്റ ട്രിപ്പിൽ തന്നെ നിങ്ങൾക്ക് ഇഞ്ചിയും വെള്ളുള്ളിയും 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഓയിലും എല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് ഒറ്റ ട്രിപ്പിൽ തന്നെ അടിച്ചെടുക്കാൻ പറ്റുന്ന വലിയ ജാറാണ്. ഇപ്പം നാട്ടിലൊക്കെ ഉള്ള സ്റ്റീലിൻ്റെ ജാറാണെങ്കിൽ നല്ല വലിയ ജാറുണ്ടാവും. അപ്പോൾ അതിൽ ആണെങ്കിൽ ഒറ്റ ട്രിപ്പിൽ തന്നെ നിങ്ങൾക്ക് എല്ലാം കൂടെ അടിച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ജാറാണുള്ളത്. അപ്പോൾ ഞാനത് കുറേശ്ശെയായി ഇപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിൽ നിന്ന് കുറച്ച് അളവ് ഓരോ ട്രിപ്പിലും എടുത്ത് ആഡ് ചെയ്ത് ഉപ്പും ഓയിലും കുറേശ്ശെ ആഡ് ചെയ്തിട്ടാണ് ഞാനിത് ഇപ്പോൾ തൽക്കാലം അടിച്ചെടുത്തിട്ടുള്ളത്. ഏതായാലും മുഴുവൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു തരിതരിപ്പോടെയാണ് ഞാൻ അടിച്ചെടുക്കാറ് സാധാരണ. ഇതിനെക്കാട്ടിലും പേസ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ എനിക്ക് കൂടുതലും എല്ലാ കറികളിലൊക്കെ ഇടാൻ ഈ ഒരു പരുവത്തിലാണ് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല പേസ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം. അപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ഈ പേസ്റ്റ് നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ കുറേ നാൾ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇനി എപ്പോഴും എടുത്ത് ഉപയോഗിക്കുമ്പം അതിൽ ഉണങ്ങിയ സ്പൂണുകൾ മാത്രം ഉപയോഗിക്കുക. നനഞ്ഞ സ്പൂണോട് കൂടിയിട്ട് അതിൽ നിന്ന് പേസ്റ്റ് എടുക്കാണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്കും ഇത് എത്ര ഹെൽപ്ഫുള്ളായിരിക്കുമെന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.